ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പുതിയ റെസിപ്പി ആയിട്ടാണ് കേട്ടോ പിള്ളേർക്കൊക്കെ പറ്റുന്ന ഒരു മുതിര റൈസ് റെസിപ്പി. അതിനുവേണ്ടി ആദ്യം തന്നെ രാത്രി തന്നെ ഞാൻ മുതിര എടുത്ത് വെള്ളത്തിലിട്ട് നല്ലപോലെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. നല്ലപോലെ കഴുകിയിട്ടാണ് കേട്ടോ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചത്. അതും നല്ല വെള്ളത്തിലാണ് ഇട്ടിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതിപ്പോൾ നല്ലപോലെ സോഫ്റ്റ്, ആ ബ്ലാക്ക് കളറൊക്കെ മാറി. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും തൊലി പോയത് കണ്ടോ. അപ്പോൾ അതിൻ്റെ അർത്ഥം ശരിക്കും ഇതായിട്ടുണ്ട്, നമുക്ക് വേവിക്കാവുന്ന പരുവമായിട്ടുണ്ട്. ഇനി എന്തുകൊണ്ടാണ് നല്ല വെള്ളം ഒഴിക്കാൻ പറഞ്ഞാൽ, ആ വെള്ളം നമുക്ക് യൂസ് ഉണ്ട്. ആ വെള്ളം യൂസ് ചെയ്താൽ നമ്മൾ ഇന്നത്തെ ഈ കറിയും, പിന്നെ ഞാൻ വേറൊരു റെസിപ്പി അടുത്ത ആഴ്ച അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇതുകൊണ്ട് തന്നെയുള്ള ഒരു സൂപ്പ്, അത് വളരെ ഹെൽത്തിയാണ്. ഇതിനി നമുക്ക് കുക്കറിലിട്ട് വേവിക്കാം കേട്ടോ. കുക്കറിലേക്ക് ആ വെള്ളവും മുതിരയും കൂടി ചേർത്തിട്ട് കുറച്ചും കൂടി എക്സ്ട്രാ വെള്ളം ചേർക്കണം കേട്ടോ. ചേർത്ത് കൂടെ 2 കഷ്ണം വെളുത്തുള്ളി, ഒരു ചെറിയ ഇഞ്ചി കഷ്ണം, കുറച്ച് ഉപ്പും ചേർത്ത് നമുക്ക് നല്ലപോലെ വേവിച്ചെടുക്കാം കേട്ടോ. അവിടെ എൻ്റെ കുഞ്ഞു മോളുടെ ചെറിയൊരു കൈ ഹെൽപ്പിംഗ് ഹാൻഡ് വന്നിട്ടുണ്ടേ. കുക്കറിൽ ഒരു 4-5 സ്റ്റീം വേണ്ടി വരുവേ. ഒരു പാത്രം എടുത്ത് ഇത്തിരി എണ്ണ ഒഴിച്ച് കടുകും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് ഇത് വഴറ്റാനുള്ളത് റെഡിയാക്കി എടുക്കാം. ഇത് ഞാൻ മെഴുക്ക് പുരട്ടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുണ്ടാക്കുന്നത്. മെഴുക്ക് പുരട്ടിക്കുള്ളത് ശരിയാക്കിയിട്ട് അതിൽ നിന്നാണ് ഞാൻ പിള്ളേർക്കുള്ള ഇത്തിരി മാറ്റി വേറെ ചോറെടുക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് വഴറ്റിയെടുക്കുക. നമ്മൾ പയറും ഇതൊക്കെ വഴറ്റുന്ന മെഴുക്ക് പുരട്ടി ഉണ്ടാക്കൂലേ, അതുപോലെ തന്നെ അതിലേക്ക് ഈ അരപ്പിലേക്ക് ഞാൻ വേവിച്ച മുതിരയും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റോളം എണ്ണയിലിട്ട് നല്ലപോലെ വാട്ടി ഇത് ചെയ്തെടുക്കുക. മുരിഞ്ഞ് ഇത് ചെയ്തിരിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ഒരു ഇത്തിരി നേരം കൂടി, ഒരു 2 മിനിറ്റും കൂടി നല്ലപോലെ ഒന്ന് എണ്ണയിലിട്ട് ഇത് ചെയ്തെടുക്കാം. മുരിഞ്ഞ് നല്ല ഫ്രൈ ആയിട്ട് കിട്ടും, പിള്ളേർക്ക് ഇഷ്ടപ്പെടും കഴിക്കുമ്പോൾ. ഞാൻ ഇതിൽ നിന്ന് തന്നെ ഒരു ഇത്തിരി എടുത്തിട്ടാണ് ഇന്നത്തെ സ്പെഷ്യൽ മുതിര റൈസ് ഉണ്ടാക്കുന്നത്. പിള്ളേർക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കൊടുക്കാൻ ആഗ്രഹിക്കുന്ന അമ്മമാരാണല്ലോ നമ്മൾ കൂടുതലും. ലഞ്ച് ബോക്സ് സ്പെഷ്യൽ പിള്ളേർക്കും ഇഷ്ടമാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ മോൾക്കും ഭയങ്കര ഇഷ്ടമാണ് അത്. ഒരു ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും അതിലേക്ക് ആ വഴറ്റി വെച്ചിരുന്ന മെഴുക്ക് പുരട്ടിയായ ആ മുതിരയും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് വേവിച്ച് വെച്ച ബസ്മതി അരിയും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി അതിനെ ചേർത്ത് പിടിപ്പിക്കുക. സ്വാദിഷ്ടമായതും പിള്ളേർക്ക് ഹെൽത്തിയും, വലിയ ആൾക്കാർക്ക് ഹെൽത്തി തന്നെയാണ് കേട്ടോ. മുതിര റൈസ് റെഡിയാണ്. ഇത് പ്ലേറ്റിലേക്ക് എടുത്ത് അല്ലെങ്കിൽ നമ്മൾ ചോറും പാത്രത്തിലേക്ക് ചൂടോടെ തന്നെ വെച്ച് കൊടുക്കുക. എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. സീ യു നെക്സ്റ്റ് ടൈം. അടുത്ത ആഴ്ച തീർച്ചയായും മുതിരയുടെ സൂപ്പ് അപ്ലോഡ് ചെയ്യാമേ. ഇന്ന് അതും കൂടി ചെയ്താൽ മിനിറ്റ് കൂടുതലെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അടുത്ത ആഴ്ച നമുക്കതും കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.